സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന കുറച്ച് സെലിബ്രിറ്റീസിനെ കാണാം. അതായത് സ്ത്രീകളിൽ തിളങ്ങി നിൽക്കുന്ന കുറച്ച് സെലിബ്രിറ്റീസിനെ. അപ്പം ആരാണ് സെലിബ്രിറ്റി എന്നും ആരാണ് സെലിബ്രിറ്റി അല്ലാത്തതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ആദ്യം നമുക്ക് വീഡിയോ കാണാം. അല്ല, ഐ എം വെരി ഹാപ്പി ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസ് ആയി മാറിയതിൽ. ആൻഡ് എന്റെ ക്യാരക്ടറും റാണിയുടെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറായി മാറി ഇത്ര ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറായി മാറിയതിൽ വളരെ സന്തോഷം. പിന്നെ May 21st റിലീസ് ആവുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇറ്റ്സ് ലൈക്ക് ഡബിൾ ധമാക്ക, റിലീസിംഗ് ദ ബിഗസ്റ്റ് ഫ്രാഞ്ചൈസ് ദൃശ്യം 3 ഓൺ ലാലിതൻസ് ബർത്ത്ഡേ. സെലിബ്രിറ്റി ആണ്. ഇവരുടെ ഒരു വേഷവും ഒരു സംസാര രീതിയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൃശ്യം 3 റിലീസ് ആവാൻ പോവാണ്. അതിന്റെ പ്രൊമോഷനോട്, ആ പിക്ചറിന്റെ പ്രൊമോഷനോട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ ഈ മോഹൻലാൽ ചേട്ടനും നമ്മുടെ ഈ മീന ചേച്ചിയും മീന ചേച്ചി, ആ മീന ചേച്ചിയുടെ, അതായത് മീനയുടെ ഡ്രസ്സിങ്ങും ഒരു സംസാര സ്റ്റൈലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവര് സെലിബ്രിറ്റി. വേറൊരു സെലിബ്രിറ്റിയെ കാണിച്ചു തരാം. സ്വയം ഞാൻ വലിയ സെലിബ്രിറ്റി ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഡാൻസ് കാണാം ആദ്യം. മുതൽ കാൽ വരെ അഹങ്കാരം കൊണ്ട് നടക്കുന്ന, ഞാൻ സ്വയം സെലിബ്രിറ്റി ആണ്, ഞാൻ വളരെ കോസ്റ്റ്ലി ആണ്, ഞാൻ വളരെ സെലിബ്രിറ്റി ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന, സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഇത്. ഇവരുടെ ഒരു ഭാവമൊക്കെ കണ്ടോ? തീർന്നില്ല. സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് പിടിച്ചു. അന്നേരം തന്നോളൂ. എനിക്ക് അല്ലാതെ ചെള്ളിയിൽ മുടുക്കാൻ തോസിട്ടുണ്ട്, താടി കുത്തുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആക്കിട്ടേക്കുവാ, പൂരിപ്പിച്ചോളൂ നിങ്ങൾ. തീർന്നിട്ടില്ല. നമ്മൾ ആദ്യം കണ്ടത് രേണു ചേച്ചി ദാസിയേട്ടന് ഉമ്മ കൊടുക്കുന്നത്. ഇനി നമുക്ക് രേണു ചേച്ചി ഇത് ആദ്യം ഉള്ളതായിരുന്നു. ആദ്യം ദാസേട്ടനാണ് മുത്തം കൊടുത്തത്. ഇനി രേണു ചേച്ചി ദാസേട്ടന് മുത്തം കൊടുക്കുന്നത് കണ്ടില്ലേ നമ്മൾ നേരത്തെ? മതി, അത്രയൊക്കെ കണ്ടാ മതി. എവിടെങ്കിലും കൊടുത്തോ? ചുണ്ടിലോ നെറ്റിയിലോ ഒക്കെ കൊടുത്തു. ഓക്കെ, എഴുതി അങ്ങനെയല്ല മുത്തം കൊടുക്കുന്നത്. പല്ല് കാണുന്നുണ്ട്. ആർക്കെങ്കിലും മുത്തം കൊടുക്കാൻ അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ ഈ വീഡിയോകൾ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും കണ്ടാൽ മതി. മുത്തം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. പിന്നെ താടിയുള്ളവർക്ക് മുത്തം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. പിന്നെ ചുണ്ടിലോ കവിളിലോ നെറ്റിലോ എവിടെയെങ്കിലും ഒക്കെ തേണിച്ചിച്ച് മുത്തം കൊടുത്തോളാൻ ഡയറക്ടർ പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. എനിക്കൊരു സംശയം, ഇതൊരു പടമാണോ എന്ന്. പോട്ടെ. ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യം മീന ചേച്ചിയെ കാണിച്ചത് തെറ്റായി പോയോ? ഒരു ഇവരുടെയൊക്കെ കാറ്റഗറിയിൽ അവരെ ഒന്നും ഉൾപ്പെടുത്താനേ പറ്റില്ല. എന്നാലും സെലിബ്രിറ്റി ആരാണെന്നും സെലിബ്രിറ്റി എന്താണെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മീനയെ കാണിച്ചത് കേട്ടോ. സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാർ നടക്കുന്നത്. ഇവർക്കും സിനിമയിൽ, അതായത് മീനയെ, അവർക്ക് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അവരും അല്ലാതുള്ള ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സീൻസ് നമ്മൾ ആരെങ്കിലും ഇതൊരിക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. വേറെ ഒരു സെലിബ്രിറ്റിയും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് രേണുവിന്റെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഒരു അഹങ്കാരിയായ സെലിബ്രിറ്റിയാന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. ഇവളും സെലിബ്രിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് നടക്കുക. ഇവള് എന്റെ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ച് നടക്കുന്നതിന്റെ വീഡിയോ ആയത്. വൃത്തികെട്ടവൾ. സോറി, അവളല്ല, അവൻ. ദുബായിൽ നിന്ന് നമ്മൾ അവിടുത്തെ യുദ്ധം കഴിഞ്ഞ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഉണ്ട്. അടുത്ത ഷൂട്ടായിട്ടൊക്കെ ഇവിടെ കേരളത്തിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മളൊക്കെ ഉണ്ടാവും. ഞാൻ ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിൽ വന്നപ്പോ ഹേമന്തിനെ കണ്ട് നമ്മള് സൗഹൃദം കുടിക്കല്ലേ, എന്നിട്ട് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു. കാണാന്ന് പറഞ്ഞ കള്ളച്ചിരി കണ്ടില്ലേ എല്ലാവരുടെയും? ഇവർക്ക് ആരാ? ദുബായ് എന്ന് വന്ന ആൾക്കാരാണ് രേണുവിനെ കാണാനായിട്ട്. എന്തിനാണോ എന്തോ, ആ ചാറ്റി കണ്ട ആൾക്കാരൊക്കെ ആണോ എന്തോ. നീ ചാറ്റി കണ്ടത് കണക്ക് ചായ കുടിക്കാനും ഒന്ന് കറങ്ങാനും ഒക്കെ പോകുവാനായിട്ടൊക്കെ വന്നതാണോ എന്തോ ഇവരൊക്കെ. ആയിരിക്കും, എന്തോ അറിയില്ല കേട്ടോ. ചായ കുടിക്കാൻ പോവാനായിട്ടൊക്കെ എൻ്റെ മാനേജറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ മാനേജറെ അപ്പോയിൻമെന്റ് കൊടുത്തിട്ട് ഇനി ചായ കുടിക്കാൻ പോയിട്ട് വരുന്നവരാണോ എന്തോ ദുബായിന്ന് വന്നതാന്നൊക്കെയാ പറയുന്നത്. അറിയില്ല ഗൈസ്. മതിയല്ലേ?
അപ്പൊ സെലിബ്രിറ്റി ആരാണെന്നും എന്താണെന്നും നമ്മുടെ ചേച്ചിയുടെ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ ദുബായി എന്ന് വന്ന കുറച്ച് ആൾക്കാരെ കൂടെ കാണിക്കണ്ടേ, അതങ്ങനെ കാണിച്ചതാണ്. അപ്പം ഇതൊക്കെയാണ് രേണുവിന്റെ എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നിയ ചില വീഡിയോകൾ. കുറച്ച് കൂടിപ്പോയോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. സാരമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഗൈസ്, മുത്തം കൊടുക്കുന്നതിനെ പറ്റി.